ഹലോ, ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞായറാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സമയം 6 മണി, നല്ല മഞ്ഞുള്ളൊരു ദിവസമാണ്. നമുക്ക് പുറത്തോട്ട് കാണുമ്പോൾ അറിയാം ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളിൽ പലരും റിലാക്സ്ഡ് ആയിട്ട് എടുക്കുന്ന ഒരു ദിവസമാണല്ലേ ഫ്രീ ഡേ. പണ്ടാണ്, കോവിഡിന് മുന്നേ ആണെങ്കിലും ഇപ്പോഴാണെങ്കിലും സൺഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് സ്ലോ ആയി ജോലിയൊന്നും ഇല്ലാത്ത ജോലിക്കാർക്കാണെങ്കിലും ജോലിയൊന്നും ഇല്ലാത്ത ഒരു ദിവസമാണ് സൺഡേ. അപ്പോൾ നമുക്കൊരു പുതിയ വീക്ക് തുടങ്ങുകയാണ്. അപ്പോൾ ആ വീക്ക് തുടങ്ങുമ്പോൾ ആ വീക്ക് റിലാക്സ്ഡായി, ആ വീക്ക് ടെൻഷൻ ഫ്രീ ആയി നമുക്കെങ്ങനെ ചെയ്യാം, അതിനുവേണ്ടി എന്തൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ഡീറ്റോക്സ് ഡ്രിങ്ക് കുടിക്കുകയാണ്. ഹണി ലെമൺ വാം വാട്ടറിൽ മിക്സ് ചെയ്തിട്ടുള്ള ആ ഡ്രിങ്ക്. അപ്പോൾ സൺഡേ ആണെങ്കിലും ഏതൊരു ദിവസമാണെങ്കിലും നല്ലൊരു പോസിറ്റീവായിട്ട് നല്ലൊരു മെറ്റബോളിസത്തോടു കൂടി നമുക്കൊരു ഡേ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഹാബിറ്റാണ് ഇങ്ങനെയുള്ളൊരു ഡീറ്റോക്സ് ഡ്രിങ്ക് കഴിക്കുന്നത്. അപ്പോൾ എനിക്കത് നല്ല എഫക്റ്റീവായി തോന്നുന്നു. നമ്മൾ പലരും വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്നവരും ഇങ്ങനെയുള്ളൊരു ഡ്രിങ്ക് ഹാബിറ്റാക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ സൺഡേ നല്ലൊരു സ്റ്റാർട്ട് ഉണ്ടാവാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ നമ്മുടെ രാവിലത്തെ കുക്കിംഗ്, ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ എന്തായാലും ചെയ്യാം. അപ്പോൾ ഞാൻ സൺഡേ ഉണ്ടാക്കിയത് അപ്പവും മുട്ടക്കറിയാണ്. അപ്പോൾ ആ പരിപാടികൾ വേഗം ഫിനിഷ് ചെയ്യാം. അപ്പോൾ വീക്കെൻഡ് എന്തായാലും നമ്മളെല്ലാ മുറിയിലെയും ബെഡ്ഷീറ്റ്സ് ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം. കാരണം പുതിയൊരു വീക്കാണ്. എല്ലാ റൂമും നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഫ്രീ ആയിട്ടുള്ളത് സൺഡേസ് ആയതുകൊണ്ട് നമുക്ക് ബെഡ്ഷീറ്റ്സ് ചേഞ്ച് ചെയ്യാനും അത് അലക്കി ഉണക്കിയെടുക്കാനുമുള്ള കുറച്ച് സാവകാശം കിട്ടുന്നതുകൊണ്ട് നമ്മളത് വീക്കെൻഡ്സിൽ ചെയ്യുക. അതല്ല നമുക്ക് വീക്ക് ഡേ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ 2-3 ദിവസം കൂടുമ്പോൾ ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ നമ്മുടെ സൗകര്യം അനുസരിച്ച്. പക്ഷേ മസ്റ്റായിട്ടും വീക്കെൻഡ്സിൽ നമ്മൾ ബെഡ്ഷീറ്റ്സ് ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ ലോണ്ട്രി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ കഴിഞ്ഞ് വീക്കെൻഡിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഫിനിഷ് ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ബെഡ്ഷീറ്റ്സ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇപ്പം 3 ബെഡ്റൂംസ് ഉണ്ട് എങ്കിൽ ആ ബെഡ്ഷീറ്റ്സ് ഉണ്ടാവും. അതുപോലെ നമ്മളുടെ മുന്നേ ഉള്ള വീക്കിൽ ലോണ്ട്രി ബാക്കിയുള്ളതെല്ലാം തന്നെ അലക്കി തീർക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ അപ്പോൾ തുണികൾ ഒത്തിരി മടക്കാനും ഉണ്ടാവും. അതും മടക്കി ഓരോരുത്തരുടെ കബേർഡിൽ കറക്റ്റായിട്ട് മടക്കി ഒതുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര റിലാക്സിങ് ആയിരിക്കും, ഭയങ്കര ടെൻഷൻ ഫ്രീ ആയിരിക്കും. ഒരു വലിയൊരു ഭാരം കഴിഞ്ഞ ഒരു ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ അത് മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമുക്ക് പ്ലാൻ ചെയ്യാവുന്ന ഒരു കാര്യമാണ് വീക്ക്ലി മീൽ പ്ലാനിങ്. അതായത് ഓരോ ദിവസവും ഓരോ നേരവും എന്ത് ഫുഡാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നേരത്തെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. കുറച്ച് ബിഗിനേഴ്സിന് കുറച്ചൊരു ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെ എല്ലാ നേരവും നമുക്ക് പ്ലാൻ ചെയ്യേണ്ടതില്ല. എന്നാലും ജനറലായിട്ട് ഒന്ന് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒട്ടും ടെൻഷൻ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് രാവിലെ ഇട്ടിട്ടായിരിക്കും നമ്മൾ ആലോചിക്കുന്നത് ഇന്ന് എന്തുണ്ടാക്കും അല്ലെങ്കിൽ നാളെ എന്തുണ്ടാക്കും, അതിനുള്ള സാധനങ്ങളുണ്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് മീൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് വീക്കെൻഡിൽ തന്നെ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഐറ്റംസ്, പച്ചക്കറി ആണെങ്കിൽ അങ്ങനെ, ഫിഷ് ആണെങ്കിൽ അങ്ങനെ, ആ ഒരു കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് നമുക്ക് റെഡിയാക്കി വെക്കാൻ പറ്റും. ഭയങ്കര ടെൻഷൻ ഫ്രീ ആയിരിക്കും നമ്മൾ. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് ഈ പ്ലാനിങ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ നമ്മളത് ചെയ്തു വരുമ്പോൾ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
പിന്നെ മീൽ പ്ലാനിങ് മാക്സിമം ഫ്ലെക്സിബിൾ ആക്കാൻ ശ്രദ്ധിക്കുക. കറക്റ്റ് നമ്മൾ എഴുതി വെച്ച പോലെ പോകണമെന്നൊന്നുമില്ല. കാരണം നമുക്ക് പല പല കാര്യങ്ങൾ വീക്കിൽ വരുമല്ലോ. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു നേരം ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് കഴിച്ചിട്ടില്ലെങ്കിൽ അടുത്ത നേരം നമുക്കത് ബാക്കി ഉണ്ടാവും. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ആയിരിക്കില്ല. പക്ഷേ എന്നാലും നമുക്കൊരു ജനറൽ ഐഡിയ കിട്ടാനും കൂടുതൽ ഈസി ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അതുപോലെ നമ്മൾ മീൽ പ്ലാനിങ് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ എന്തൊക്കെ ഐറ്റംസ് ഓൾറെഡി ഉണ്ട്, ബാക്കിയുണ്ട്, അപ്പോൾ അതും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുക. അതുപോലെ നമ്മൾ പുതിയ സാധനങ്ങൾ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നുള്ളതും നമുക്ക് നേരത്തെ അറിയാൻ പറ്റും. ഇതുപോലെ തേങ്ങ ചിരണ്ടി ഓരോരോ കണ്ടെയ്നേഴ്സിലാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. അപ്പോൾ ആവശ്യമുള്ള ദിവസം നമുക്ക് ഒരു കണ്ടെയ്നേഴ്സ് എടുത്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റിയാൽ മതി. അതുപോലെ തന്നെ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് നമുക്ക് സൂക്ഷിക്കാം. ക്യാരറ്റ്, ബീൻസ്, അങ്ങനെ ഓരോരോ ഐറ്റംസ് നമുക്ക് കട്ട് ചെയ്ത് ഓരോരോ കണ്ടെയ്നേഴ്സിലാക്കിയിട്ട് വീക്കെൻഡിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ വീക്കിലെ ലഞ്ച് പ്രിപ്പറേഷൻ എല്ലാം ഭയങ്കര ഈസി ആക്കാം. അതുപോലെ തേങ്ങ നമുക്ക് വറുത്ത് സൂക്ഷിക്കാം. പിന്നെ അതുപോലെ നമ്മളുടെ കറികളുടെ അനുസരിച്ച് തേങ്ങ വറുത്ത് അരച്ച് സൂക്ഷിക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് മീൽ പ്രിപ്പറേഷൻസ് ചെയ്തു വെക്കാം. ജോലിക്കാരായിട്ടുള്ള അമ്മമാർ വീക്ക്ലി ഒരു റൂമെങ്കിലും ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തിടാൻ ശ്രദ്ധിക്കുക. ഇത് നമുക്ക് വീട് പൊതുവേ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ എളുപ്പമായിരിക്കും. അതുപോലെ വീക്ക്ലി ക്ലീനിങ്ങും എളുപ്പമായിരിക്കും. അതൊന്ന് ട്രൈ ചെയ്യുക. സാധാരണ കിഡ്സ് റൂമെല്ലാം നമ്മളൊന്ന് ഓടിച്ച് ക്ലീൻ ചെയ്യുമായിരിക്കും പതിവ്. പക്ഷേ സൺഡേ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ആ റൂമൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. അതായത് നമ്മളുടെ കുട്ടികളുടെ വേസ്റ്റ് ബിൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്യുക. അതുപോലെ സ്റ്റഡി ടേബിൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റായി ബുക്സൊക്കെ ഒന്ന് എടുത്ത് ഓർഗനൈസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ കുട്ടികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ ശ്രദ്ധിക്കുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇന്നത്തെ ദിവസം ഞാനാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചില ദിവസം മോൻ ഹെൽപ്പ് ചെയ്യാൻ വരാറുണ്ട്. അവന് കുറച്ച് മടിയുണ്ട്, എന്നാലും വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തിടുവാണെന്നുണ്ടെങ്കിൽ മൺഡേ മോർണിംഗ്സ് നമുക്കും കുട്ടികൾക്കും ഭയങ്കര ഒരു റിലാക്സ്ഡ് ആയിരിക്കും. സാധനങ്ങളൊന്നും മിസ്സാവാതെ മോർണിംഗിലെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കും. അതുപോലെ നമുക്ക് സൺഡേ ഈവനിങ് ആകുമ്പോഴത്തേനും വീടൊന്ന് ഒതുങ്ങിക്കെടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ വീക്ക് തുടങ്ങാൻ ഭയങ്കര ഒരു ഉന്മേഷമായിരിക്കും. അതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ ചെടികളുണ്ടല്ലോ അല്ലേ. ഫ്ലാറ്റുകളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും ചെടികളുണ്ടാകും. അപ്പോൾ ചെടികൾക്ക് കുറച്ച് എക്സ്ട്രാ കെയർ നമുക്ക് ഈ വീക്കെൻഡ്സിൽ കൊടുക്കാം. ഉണങ്ങിയ ആ ബ്രാഞ്ചസ് എല്ലാം വെട്ടി മാറ്റി ചെടികൾ നല്ല നീറ്റായിട്ടല്ലേ നിൽക്കുന്നതെന്നുള്ള ആ കാര്യങ്ങളെല്ലാം നമുക്ക് വീക്കെൻഡ്സിൽ ശ്രദ്ധ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ വീട് മാക്സിമം ഒന്ന് ഭംഗിയായി ഡെക്കറേറ്റ് ചെയ്തിടാനും ഒന്ന് ശ്രദ്ധിക്കുക. കുറച്ച് പ്ലാന്റ്സ് എല്ലാം വെച്ച്, അതുപോലെ കുഞ്ഞു കുഞ്ഞു ഡെക്കറേഷൻസ്, ആ ഡെക്കറേഷൻസ് എല്ലാം വേണമെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്ത്, അപ്പോൾ നമ്മുടെ വീടിന് തന്നെ ഒരു ചേഞ്ച്, ഒരു റിഫ്രഷ്ഡ് ലുക്ക് വരും. സിറ്റിംഗ് റൂമിലാണെങ്കിലും ബെഡ്റൂമിലാണെങ്കിലും ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തുക. കുറച്ച് കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് ആഡ് ചെയ്യുക. ഇപ്പോൾ മണി പ്ലാന്റ് എല്ലാം വെക്കാൻ ഭയങ്കര ഈസിയാണ്. വെള്ളത്തിലാണെങ്കിലും നമുക്ക് വളർത്താവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കുറച്ചുകൂടി ഒന്ന് റിഫ്രഷ്ഡ് ഫീലിംഗ് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ വീട്, കിച്ചൺ ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മുടെ മൈൻഡും നമ്മുടെ കുട്ടികളെയും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ സാധാരണ ഒരു വീക്ക് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബിസി ആയിരിക്കും. പല പല കാര്യങ്ങൾ കൊണ്ട് വർക്കിംഗ് മദേഴ്സ് ആണെങ്കിലും അല്ലെങ്കിലും. പക്ഷേ വീക്കെൻഡ് കുറച്ച് സമയമുണ്ടെങ്കിൽ നമ്മളത് കുട്ടികളുടെ കൂടെ കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അവർക്ക് ഇഷ്ടമുള്ള കളികൾ, നമുക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിലും അവരുടെ കൂടെ ഒന്ന് കളിക്കാൻ ശ്രമിക്കുക. അപ്പോൾ പെയിൻറ്റിങ്സിനോ അല്ലെങ്കിൽ അവരുടെ ഫേവറേറ്റ് TV ഷോ അവരുടെ കൂടെ കാണുന്നതോ അങ്ങനെ എന്തോ ആവും. അവർക്ക് ബുക്സ് വായിച്ചു കൊടുക്കുന്നതോ അവരുടെ കൂടെ ഇരുന്ന് ബുക്ക് വായിക്കുന്നതോ, അങ്ങനെ ഏതാണ് നമ്മുടെ ഫാമിലിക്ക് അനുയോജ്യമായ ഒരു ക്വാളിറ്റി ടൈം. ഒന്നും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും കൂടി ഇരുന്ന് ബാൽക്കണിയിലിരുന്ന് സംസാരിക്കുക, ഇതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻറ്റുമാണ്. അപ്പം അങ്ങനെയുള്ള കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വീക്കിലേക്ക് നമ്മളെല്ലാവരും പ്രിപ്പയർഡ് ആയിരിക്കും, നമ്മളാണെങ്കിലും കുട്ടികളാണെങ്കിലും. അപ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ കുട്ടികളുമായിട്ടുള്ള ക്വാളിറ്റി ടൈമിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ അതുപോലെ ഗാർഡനിങ്, ചെടികളുടെ സംരക്ഷണം പറഞ്ഞു. അപ്പം ഇതിലൊന്നും മറക്കാൻ പാടില്ലാത്ത വേറൊരു കാര്യമുണ്ട്, അതാണ് സെൽഫ് കെയർ. അപ്പോൾ വീക്ക് ഡേയ്സിൽ സമയമില്ലെങ്കിൽ വീക്കെൻഡ്സിലെങ്കിലും നമുക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം.
നമ്മുടെ ഹെയർ കെയർ, അതുപോലെ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ഫേഷ്യൽ ചെയ്യാനോ ഓയിൽ മസാജ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു നറിഷ്ഡ് ഫീലിംഗ് വരും അല്ലേ. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾക്ക്, ഇപ്പം വീക്ക് ഡേയ്സ് ബുക്ക് വായിക്കാൻ സമയമില്ലെങ്കിൽ കുറച്ച് നേരം ഒരു 1 മണിക്കൂർ മറ്റും നമ്മൾ ബുക്ക് വായിക്കാൻ, അതുപോലെ നമുക്കിഷ്ടമുള്ള ഹോബീസ് ചെയ്യാൻ, പെയിൻറ്റിങ്ങോ ക്രാഫ്റ്റ് വർക്കോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്കും വേണ്ടിയും നമ്മൾ വീക്കെൻഡ്സ് അല്പസമയം സ്പെൻഡ് ചെയ്യുക. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്റ്റൗ എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യുക, കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്തിടുക, നന്നായിട്ട് ഒതുക്കിയിടുക, സാധനങ്ങളെല്ലാം അതിൻ്റെ കറക്റ്റായിട്ടുള്ള പ്ലേസിലെടുത്ത് വെച്ച് നല്ല വെൽ സെറ്റായിട്ട് വേണം നമ്മൾ സൺഡേ ഈവനിങ് നമ്മൾ ഫിനിഷ് ചെയ്യാൻ. അതുപോലെ കിച്ചൺ സിങ്കും നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്ത് നല്ല ക്ലിയർ ആക്കി തന്നെ ഇട്ടേക്കുക. ഇത് എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമാണ്, എന്നാലും സൺഡേ ഈവനിങ് സ്പെഷ്യലി നമ്മളൊന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൺഡേ മോർണിംഗ് ഒരു വെൽ ക്ലീൻ അറേഞ്ച്ഡ് ആയിട്ടുള്ള കിച്ചൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ദേ കിച്ചണെല്ലാം നല്ല നീറ്റായിട്ടുണ്ട്, അടുത്ത ദിവസത്തേക്ക് നല്ല സെറ്റായിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തിടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് സമാധാനമായിട്ട് നമ്മുടെ സൺഡേ ഈവനിങ് എൻഡ് ചെയ്യാം. അതുപോലെ നമുക്ക് റിഫ്രഷ്ഡ് ആയിട്ട് നമുക്ക് മൺഡേ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നേരത്തെ കിടന്ന് ഉറങ്ങാനും ശ്രദ്ധിക്കണം. നമ്മൾ സാറ്റർഡേ വീക്കെൻഡ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ മൂവിയൊക്കെ കണ്ട് ചിലപ്പോൾ ലേറ്റ് ആയാലും സൺഡേ ഈവനിങ് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഉറങ്ങാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പിറ്റേ ദിവസം നല്ല റിഫ്രഷ്ഡ് ആയിട്ട് നേരത്തെ എഴുന്നേൽക്കാനും കാര്യങ്ങൾ വേഗം ചെയ്ത് ഒരു വീക്കിനൊരു ഫ്രഷ് ഈസി സ്റ്റാർട്ട് തുടങ്ങാനും നമുക്ക് സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളും ചെയ്യുന്നതായിരിക്കാം. ആരെങ്കിലും ചെയ്യാത്ത ഏതെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഒരു കുഞ്ഞു മോട്ടിവേഷൻ കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.